കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടവും ശബരിമലയിലെ സ്വർണവും അങ്ങനത്തെ വിഷയങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചാനലുകാർ തമ്മിലുള്ള അടി 24/7 ന്യൂസ് സാറ്റലൈറ്റ് ചാനലുകാർ തമ്മിലുള്ള അടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക്. ഒരു സൈഡിൽ 24 ന്യൂസ്, അപ്പുറത്തെ സൈഡിൽ റിപ്പോർട്ടർ ചാനൽ. കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 24 ന്യൂസ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവാനും വഴിയില്ല. ബിക്കോസ് 24 ന്യൂസ് റിപ്പോർട്ടറിനെ കുറിച്ചൊരു സാധനം പൊട്ടിക്കുന്നു, അതിന് ഓബിയസ്ലി ബാക്കപ്പായിട്ട് ബാക്കി ചാനലുകൾ വരുന്നു. ബിക്കോസ് റിപ്പോർട്ടർ ചാനൽ ബാക്കി ഈ 24നും അല്ലെങ്കിൽ ബാക്കി എല്ലാ ചാനലിനും ഒരു ത്രെട്ടായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാർക്ക് റേറ്റിംഗ് ആണ് വിഷയം. ഓക്കെ, അപ്പോൾ എനിക്ക് ബാർക്ക് റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംഗതി ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചയോ അല്ലെങ്കിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുന്നതും, അല്ലെങ്കിൽ അതിങ്ങനെ രാവിലത്തെ മോർണിംഗ് ഷോയിൽ ഇപ്പോൾ SKN ആണെങ്കിലും അല്ലെങ്കിൽ റിപ്പോർട്ടറിലാണെന്നുണ്ടെങ്കിൽ അരുൺ കുമാർ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ബാർക്ക് റേറ്റിങ്ങിൻ്റെ കാര്യം പറയും. പിന്നെ കുറേ കാലമായിട്ട് ഏഷ്യാനെറ്റാണ് മലയാളികൾക്ക് അറിയാം ബാർക്ക് റേറ്റിങ്ങിൽ ഏറ്റവും മുന്നിലുള്ളത്. സോ ഈ ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ അറിവൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ടു ബി ഹോണസ്റ്റ് പറയാലോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും വാട്ട് ഈസ് ബാർക്ക് റേറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ, ഇതാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി മെഷറിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ടെലിവിഷൻ വ്യൂവർഷിപ്പ് ഇൻ ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു സെൻട്രലൈസ്ഡ് സാധനം വേണം ഇവിടുത്തെ ഈ സോ കോൾഡ് ന്യൂസ് ചാനലുകൾക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സാറ്റലൈറ്റ് ചാനലുകൾക്ക്. ആ സെൻട്രൽ സിസ്റ്റം എന്തിനാണ് അവർക്ക് വേണ്ടേ? അതായത് അവരും പിന്നെ ഈ ആഡ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രമോഷൻസ് കൊടുക്കുന്ന കമ്പനികളെയും ലിങ്ക് ചെയ്യുന്ന ഏജൻറ്റുകൾക്ക് ഇങ്ങനത്തെ ഒരു മെഷർമെൻറ്റ് ടൂൾ വേണം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും മിനിമം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ബാർക്ക് എന്തിനു വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചാനലുകൾക്കിടയിൽ ആരാണ് ഒന്നാമത് എന്ന് കണ്ടുപിടിക്കാൻ അവരായിട്ട് വെച്ചൊരു സിസ്റ്റത്തിനകത്ത് റൺ ചെയ്ത് അവരുണ്ടാക്കുന്ന ഒരു റാങ്കിങ്, ഈ ബാർക്ക് മനസ്സിലായി, ബാർക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു റാങ്കിങ് ആണ്. ആ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊട്ടാകെ പല ചാനലുകൾക്കും പ്രമോഷൻസ്, ആഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ബാർക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാനലുകാർ എടുത്ത് വെക്കുന്നതും പറയുന്നതും. പിന്നെ ബാർക്കിൻ്റെ റേറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവരത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചാനലിലൂടെ ഞങ്ങൾ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാമതാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ജനങ്ങളുടെ ഇടയിൽ. ജനങ്ങൾക്ക് ഈ ബാർക്ക് എന്താ അറിഞ്ഞിട്ടൊന്നുമല്ല, എന്തോ ഒരു ഈ ഓട്ടമത്സരം പോലത്തെ പരിപാടിയാണ്, അതിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ന ചാനലാന്ന് പറയുമ്പോൾ ആ ചാനലിന് ക്രെഡിബിലിറ്റി ഉണ്ട്, കൂടുതലാണ്. ഈ തോട്ടിലേക്ക് ആളുകൾ പോവാണ്. ഓക്കെ, ഇനി ഞാൻ പറയാലോ, എനിക്ക് ഈ ടോട്ടൽ സാധനത്തിനകത്ത് 24 ന്യൂസ് റിപ്പോർട്ടറിനെതിരെ പൊട്ടിച്ചതും റിപ്പോർട്ടർ തിരിച്ച് ഇവർ ഫേക്കാണ് പറയുന്നതെന്ന് പറയുന്നതും ഇതൊക്കെ അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ. ബട്ട് ബാർക്ക് എന്ന് പറയുന്നത് സ്റ്റിൽ അതൊരു അത്ര ഭയങ്കര വാല്യൂബിൾ ആയിട്ടോ അല്ലെങ്കിൽ അത് ഇത്ര വലിയ സംഭവമായിട്ടുള്ളൊരു ഐറ്റം പോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് എ സ്കാം എന്നേ ഞാൻ പറയുള്ളൂ. ബാർക്ക് ഇറ്റ് സെൽഫ് എ സ്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി? ഇത്രയും വലിയൊരു രാജ്യത്ത് എത്രയോ കേബിൾ കണക്ഷൻസ് ഉണ്ട് അല്ലേ? അവിടേക്കുള്ള ആളുകൾ എത്രയോ ചാനലുകൾ കാണുന്നുണ്ട്. ബാർക്ക് പോലത്തെ ഒരു സിസ്റ്റം വളരെ മിനിമൽ ആയിട്ടുള്ള കുറച്ച് വീടുകളിൽ, സ്ഥലങ്ങളിൽ മാത്രം അവരുടെ ടൂൾസ് കൊണ്ടുപോയി വെച്ച് അതിൽ നിന്ന് വരുന്നൊരു ഡാറ്റ മാത്രം എടുത്ത് ആ ഡാറ്റയിൽ നിന്ന് ഓക്കെ ദിസ് ചാനൽ ഈസ് നമ്പർ 1, ദിസ് ചാനൽ ഈസ് നമ്പർ 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഈസിയാണ്. അതിനകത്ത് സ്കാം കാണിക്കാൻ പറ്റും, ഈസിയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഈ ബാർക്കിൽ നിന്ന് വിട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അതിൽ തന്നെ മെയിനായിട്ട് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ മീഡിയ വൺ ആണ്. 29/10/2025 മീഡിയ വണ്ണിൽ ബാർക്കിനെ കുറിച്ച് വന്നൊരു ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ദിനം 2023 മെയ് 13 പകൽ 11:53. മീഡിയ വൺ യൂട്യൂബ് കാഴ്ചക്കാരിൽ രണ്ടാമത്, 60,512 പ്രേക്ഷകർ. ആ സമയത്തെ പ്രേക്ഷക വർധനാ നിരക്ക് 3900%. ഇത് ബാർക്കിൽ നോക്കിയാലോ, ആ ദിവസം മീഡിയ വണ്ണിന് ആകെ കൂടിയത് 0.07 GRP, ചാർട്ടിൽ ഏറ്റവും ഒടുവിൽ തന്നെ. സമീപകാലത്തെ മറ്റൊരു സുപ്രധാന ഉദാഹരണം കൂടി. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9 വൈകിട്ട് ഖത്തറിന് നേർക്ക് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത ആക്രമണം. രാത്രി 8:45 യൂട്യൂബ് ചാർട്ടിൽ 20,000-നും 25,000-നും ഇടയിൽ പ്രേക്ഷകരുമായി മീഡിയ വൺ ഒന്നാം സ്ഥാനത്ത്. പക്ഷേ ആ ദിവസത്തിൻ്റെ ബാർക്ക് റേറ്റിംഗിൽ ഇതേ സമയത്ത് മീഡിയ വൺ 0.35 GRPയുമായി 10ാം സ്ഥാനത്ത്. അതെ,
ഡിജിറ്റലിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്തായിരിക്കുമ്പോൾ ബാർക്കിൽ 10-ാം സ്ഥാനത്തായിരിക്കുന്ന ഈ പരിപാടിയുടെ പേരാണ് വഞ്ചന, അഥവാ തട്ടിപ്പ്, അഥവാ അക്രമം, അഥവാ നെറികേട്. ഇങ്ങനെ പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പിനെ അതീവ രഹസ്യമായി നിഗൂഢമായി അട്ടിമറിക്കുന്ന പരിപാടിയാണ് ബാർക്ക്. ആ റേറ്റിംഗ് വെച്ചിട്ടാണ് കേരളത്തിൽ 4000-5000 കോടിയുടെ ബിസിനസ് നടക്കുന്നത്. ആരൊക്കെയാണ് കബളിപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ തീരുമാനിക്കുക. ബാർക്കിൻ്റെ കണക്കെടുപ്പിലെ അപാകങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അതേ പ്ലാറ്റ്ഫോമിൽ നേരിട്ടും മെയിൽ വഴിയും മീഡിയ വൺ നിരന്തരം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഗുണകരമായ മാറ്റം ഉണ്ടാകും വിധമുള്ള നടപടി ബാർക്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ അന്നേ പെട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അന്ന് സേവ് ചെയ്ത് വെച്ചത്. കാരണം എനിക്ക് അന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് ഈ ബാർക്ക് എന്ത് വിഷയം? കാരണം ഈ ബാർക്ക് റേറ്റിംഗ് വെച്ചിട്ടാണ് ഇവർക്കൊക്കെ പ്രൊമോഷൻസ് പോകുന്നത്, ആഡ്സ് പോകുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം അത് അറിയാമായിരുന്നു, അത്രേ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ ബാർക്കിൽ കൃത്രിമത്വം ഉണ്ട് എന്നുള്ളത് മീഡിയ വൺ വന്ന് പറഞ്ഞപ്പോൾ അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് 24 ന്യൂസ് ബാർക്കിൽ കൃത്രിമം നടത്തി റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് ആദ്യം പേര് പറയാതെ അല്ലെങ്കിൽ അവരെ നേരിട്ട് ചൂണ്ടിക്കാണിക്കാതെ ഒരു വീഡിയോ ഇട്ടു. പിന്നെ അതിന് ശേഷം അത് കേസായി പോയ സമയത്ത് 24 ന്യൂസ് ചാനലിൻ്റെ അധികാരികൾക്കെതിരെ കേസ് വന്നപ്പോൾ അത് ക്ലിയറായി. ഓക്കെ, ദിസ് ഈസ് 24 അല്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസുകാർക്കെതിരെ കേസ് വന്നപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ ഇത് റിപ്പോർട്ടർ ചാനലിനെ ഡയറക്റ്റ് ചെയ്തിട്ടാണ് അവർ പറയുന്നത് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ 24 വേഴ്സസ് റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വീണ്ടും മാറി. ഇനി ഈ ബാർക്കിൻ്റെ തന്നെ അടുത്തൊരു വേരിയൻറ്റ് ഞാൻ പറഞ്ഞത്, അതായത് ബാർക്ക് എങ്ങനെയാണ് വിശ്വാസമില്ലാത്തൊരു മെഷർമെൻറ്റ് ടൂളായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടി. ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ 836 മില്യൺ ആളുകൾ TV കാണുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് 60,000-ഓളം ആളുകൾ മാത്രമാണ്, 60,000-ഓളം TV ഹൗസ് ഹോൾഡ്സിൽ മാത്രം, അതായത് 0.025% മാത്രം വെച്ചിട്ടുള്ള ഒരു മീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടന്റ് ഏത് കാണുന്നു എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നിടത്തിൽ മണ്ടത്തരുണ്ട്. അപ്പം ഈ ബിസിനസ് ടോട്ടലി ഈ ചെറിയൊരു ശതമാനം മീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തോന്നും. കാരണം ഞാനിപ്പോൾ ഒരു 10,000 കോടി രൂപയുടെ ബിസിനസ്സാണ് എൻ്റെ മീഡിയ ബിസിനസ് എങ്കിൽ ഈ മീഡിയ ബിസിനസ്സിൻ്റെ 10,000 കോടിയുടെയും ആഡ് സ്പെൻഡ് നിലനിൽക്കുന്നത്. ഇപ്പം 0 സബ്സ്ക്രിപ്ഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത്. ബാക്കിയൊക്കെ അഡ്വർടൈസിങ് സ്പെൻഡിന് മുകളിലാണ് നമ്മുടെ മീഡിയ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10,000 കോടി രൂപയുടെ എൻ്റെ ബിസിനസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ മീറ്റർ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടണമെന്ന് ഒരു മീഡിയ സ്ഥാപനം തീരുമാനിക്കുകയും അവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, ഇത് എവിടെയാണ് ഇതിരിക്കുന്നതെന്ന് അറിയുന്ന പല മീഡിയ ചാനൽസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൃത്യമായി തട്ടിപ്പ് നടത്താനുള്ള സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ പ്രചോദനം ഉണ്ടാവും. ഇത് വളരെ കൃത്യമായിട്ട് പല കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയ വന്ന വാർത്ത ഒരു പുതിയ സാധനം മാത്രമാണ്. ഇത്തരം സംഭവങ്ങളെ, ഇത്തരം സർക്കുലേഷൻ ഓഡിറ്റുകളെ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും കൈക്കൂലി കൊടുക്കാനും അതിൽ ഉപയോഗിക്കുന്ന തരത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. ഇത് പുറത്തു വരുന്ന വലിയ കാര്യമാണ്. ആക്ച്വലി ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് സ്കാം എന്ന് പറയുന്നത് ഈ ബാർക്കായിരിക്കും. കാരണം ഇപ്പോൾ ഈ ന്യൂസിൽ പറഞ്ഞ പോലെ, ഈ വ്യക്തി പറഞ്ഞ പോലെ, ഇന്ത്യയിൽ തന്നെ മൊത്തം ഹൗസ് ഹോൾഡ്സിൽ എത്ര സ്ഥലത്ത് ഇപ്പോൾ TV അല്ലെങ്കിൽ ന്യൂസ് വീട്ടിലൊക്കെ ഇരുന്ന് കാണുന്ന സെറ്റപ്പ് ഉണ്ട്. എല്ലാവരും സോഷ്യൽ മീഡിയ, ഫോണ്, യൂട്യൂബ്, ന്യൂസ് ചാനലുകൾക്ക് അവരുടെ പ്ലാറ്റ്ഫോം, അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ആണ് മെയിൻ. ഓക്കെ, അപ്പോൾ ബാർക്ക് പോലത്തെ ഒരു സംവിധാനം 1,00,000 കോടി രൂപയുടെ എന്ത് നടക്കുന്നുണ്ട്, പ്രൊമോഷണൽ സാധനങ്ങളാണ് ഇതിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് ഇപ്പോൾ കയ്യിൽ പൈസ ഉള്ളവന്, കയ്യൂക്കുള്ളവന് കാര്യം കാണിച്ചിട്ട് പോകാന്നുള്ള നിലയ്ക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമായി മാത്രം മാറിയിരിക്കുന്ന ഒരു സാധനം. ഇത് ശരിക്കും ഗവൺമെൻറ്റൊന്നും ഇടപെടാൻ പോകുന്നില്ല. കാരണം പല ഗവൺമെൻറ്റുകൾക്കും 24/7 ചില ചാനലുകളുടെ ഇതിൻ്റെ മുകളിലാണ് നിലനിൽപ്പന്നെ അവരിത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ബാർക്കിൽ മാനിപ്പുലേഷൻ നടത്തിയ ഒരു ടീമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാനലോ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് ഭരിക്കുന്ന പാർട്ടിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അവരാരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാനും പറയാനും പോകുന്നില്ല. പിന്നെ ഓബിയസ്ലി ഇതിൽ മിഡിൽ മാനായിട്ട് നിൽക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾക്ക് ഓബിയസ്ലി ചില ചാനലുകൾക്ക് ബാർക്ക് റേറ്റിംഗ് കൂട്ടി കാണിക്കണം, അല്ലെങ്കിൽ ചിലർ ഇടിച്ച് താഴെത്തിടണം. അവർക്ക് ഇവിടുന്ന് കമ്മീഷൻ ബേസിസിൽ സാധനങ്ങൾ കൂടുതൽ കിട്ടുന്നു. ഏറ്റവും കൂടുതൽ ആഡ് വിറ്റ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ തരുന്ന ചാനലുകൾ അവർ പൊക്കിപ്പിടിക്കും.
ചിലപ്പോൾ താത്തിപ്പിടിക്കും. അങ്ങനത്തെ പല സാധനങ്ങളും ഈ ബാർക്കിനകത്തുണ്ട്. ഞാൻ ഇതാ പറയുന്നത് നിങ്ങളോട്, ഈ 24-ഉം റിപ്പോർട്ടറും ഒക്കെ അടി കൂടുന്നത് ഈ ബാർക്ക് റേറ്റിങ്ങിൻ്റെ ബേസിസിൻ്റെ മുകളിലാണ്. ഓക്കെ, ബാർക്ക് റേറ്റിംഗ് ഇറ്റ് സെൽഫ് എ സ്കാം. അത് തന്നെ ബാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ തട്ടിപ്പാണ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് വീട്ടിൽ ചാനൽ ഓണാക്കുന്ന സമയത്ത്, കേബിൾ ഓണാക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ചാനൽ ഏതായിരിക്കും? ഏഷ്യാനെറ്റ് ആയിരിക്കും. എൻ്റെ അറിവിൽ ഏഷ്യാനെറ്റാണ്. അതിന് ലാൻഡിങ് പേജ് എന്ന് പറയും, ലാൻഡിങ് പേജ്. മനസ്സിലായോ? ഒരു നല്ല കയ്യൂക്കുള്ള, നല്ല കാശുള്ള, അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിന് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ റീസെൻ്റ്ലി ലാൻഡിങ് പേജ് കുറേ കണക്ഷനുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ 10,000-20,000 30,000 കണക്ഷനുള്ള ഒരു സ്ഥലത്ത് ലാൻഡിങ് പേജ് വാങ്ങിയെന്നും അതിലൂടെ അവരുടെ മാർക്ക് റേറ്റിംഗ് കൂടാൻ, അതായത് നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ ആ ചാനൽ വരും. നമ്മൾ കാണാൻ ചിലപ്പോൾ നമ്മൾ സ്കിപ്പായി പോയാലും ആ ഓണാക്കുന്ന ചാനൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഓൺ ആകുമ്പോൾ തന്നെ ലാൻഡിങ് പേജായി. ഈ ലാൻഡിങ് പേജ് എത്ര വർഷം ഏഷ്യാനെറ്റ് കേരളത്തിൽ കീപ്പ് ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് നമ്മൾ ചാനൽ ഓണാക്കുമ്പോൾ തന്നെ വരുന്ന ഏഷ്യാനെറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ ലാൻഡിങ് പേജ് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ ബാർക്ക് റേറ്റിംഗ് കീപ്പ് ചെയ്യുന്നൊരു പണിയുണ്ട്. അത് റീസെൻ്റ്ലി റിപ്പോർട്ടർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സംഗതികളൊക്കെ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഇതൊരു തരം എന്താ പറയുക, മിത്ത് സാധനമാണ് ഈ ബാർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ കമ്മിങ് ടു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റേറ്റിംഗ് അല്ലെങ്കിൽ ബാക്കി ടോപ്പ് ചാർട്ട് അങ്ങനത്തെ പരിപാടിയില്ല. ഇപ്പോൾ യൂട്യൂബ് തന്നെ അതിൻ്റെ ട്രെൻഡിങ് ലിസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണിക്കുന്ന പരിപാടി എന്താ? വ്യൂവർഷിപ്പ് കൂട്ടി കാണിക്കുക എന്നുള്ള ഒരു പരിപാടി. അപ്പം ഞാൻ ഇതിൽ കൂടുതലായിട്ട് നോക്കി കാണുന്നത് ബാർക്ക് റേറ്റിങ്ങിൻ്റെ സ്കീമല്ല. ഞാൻ നോക്കിക്കാണുന്നത് പല ഇവിടുത്തെ ന്യൂസ് ചാനലുകളും അവർ ക്ലിക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ പ്രേക്ഷകർ മറന്നു കാണില്ല. ഞാൻ ബിഗ് ബോസ് നടന്ന സമയത്ത് ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഫാമിംഗ് വരെ ചെയ്യുന്ന മെത്തേഡുകൾ ഇവിടെ ഈ റിയാലിറ്റി ഷോയുടെ പിന്നിൽ പല 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 വ്യക്തികളും പല PR-കളും പല വലിയ ഷോൻ്റെ ഭാഗമായിട്ട് ക്ലിക്ക് ഫാമിംഗ് അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ക്ലിക്ക് ഫാമിംഗ് ഒരു പുതിയ വാക്കാവില്ല. ഞാൻ സത്യത്തിൽ ഞെട്ടിയത് ഇവിടെ അങ്ങനെയാണ്. അതായത് ഇപ്പം എൻ്റെ അറിവിൽ ബാർക്ക് റേറ്റിങ്ങോ TV-യിൽ വരുന്ന അവരുടെ മറ്റേ ആഡ് പ്രൊമോഷൻ പരിപാടികളിലൂടെയൊക്കെ പോകുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ ന്യൂസ് ചാനലിന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പ്രൊമോഷൻ സാധനം വെച്ച് വിടാൻ ഏറ്റവും കൂടുതൽ കോസ്റ്റ് മേടിക്കാൻ മേ ബി യൂട്യൂബ് ചാനലിൽ അവരുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിനായിരിക്കും. കാരണം അതിന് വ്യൂവർഷിപ്പ് കൂടുതലുണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെ വ്യൂവർഷിപ്പ് ഇപ്പോൾ സപ്പോസ് ഞാൻ പറയാം, ഇപ്പോൾ എല്ലാ ചാനലുകളും കാണിക്കുന്ന പരിപാടി എന്താ? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അതൊരു പോസ്റ്റ് ഇടും, നാളെ 8 മണിക്ക്, നാളെ 10 മണിക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓടി ആ സമയമാകുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ വ്യൂവർഷിപ്പ് വിൽ ബി ലൈക്ക് 10K 20K. 8 മണി 7 മണിക്കൊക്കെ 20,000 30,000 ആൾക്കാർ ഇങ്ങനെ വെയിറ്റ്. അത് ചിലപ്പോൾ ഓർഗാനിക്കായിട്ട് 20-30 ആയിരിക്കാം. ഈ 20-30-നെ അവർക്ക് ക്ലിക്ക് ഫാമിംഗ് ചെയ്തോ ബോട്ടടിച്ച് കയറ്റിയിട്ടോ മേ ബി അവർക്കിത് 100K 80K 75K എന്നാക്കാം. ഓക്കെ, ഇതാക്കിയതിന് ശേഷം ആദ്യം ഒരു എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് പൊട്ടിക്കുമ്പോൾ 80K 100K 1,00,000 ആൾക്കാർ കാണുന്നു. നേരെ അവർ ആ ആഡ് ബാനർ കൊടുക്കുന്ന സ്ലോട്ട് അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഇടയിൽ അവർ ആഡ് കുത്തി കയറ്റുന്നതിനൊക്കെ ഇരട്ടീൻ്റെ പൈസ ഈ വ്യൂവർഷിപ്പ് കാണിച്ചിട്ട് അവർക്ക് വാങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ സാധനമാണ് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയത്. ഓക്കെ, പല ഇവിടുത്തെ 24/7 സാറ്റലൈറ്റ് ചാനലുകളും അങ്ങനത്തെ ഒരു പരിപാടിയും കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, ഞെട്ടാനൊന്നും ഇല്ല, കാരണം ഇതെല്ലാം ബിസിനസ്സാണ്. അപ്പോൾ എല്ലാം ബിസിനസ്സായിട്ട് നിൽക്കുമ്പോൾ അവരത് ബിസിനസ്സിൻ്റെ രീതിക്ക് ചെയ്യും. ഇനി ക്ലിക്ക് ഫാമിംഗ് ആൻഡ് ബാക്കി പരിപാടികൾ എന്താണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആ ബിഗ് ബോസിൻ്റെ സമയത്തിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ബട്ട് സ്റ്റിൽ ഇതൊന്നും നിങ്ങൾ കണ്ടോ? ഒരു സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് പോലെ തോന്നിക്കുന്ന മുറികൾ, അവിടെ ഓണാക്കി വെച്ചിരിക്കുന്ന അനേകം മൊബൈൽ ഡിസ്പ്ലേകൾ, എല്ലാ ഫോണുകളും പ്രവർത്തിപ്പിച്ചും നിരീക്ഷിച്ചും 1-2 ചിലപ്പോൾ അതിലധികമോ സൈബർ കുതന്ത്രശാലികൾ ഒരേ സമയം അനേകം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വീഡിയോ വ്യൂവർഷിപ്പ് പെരുപ്പിച്ച് കാണിക്കുന്നതടക്കമുള്ള സൈബർ തട്ടിപ്പുകൾ നടത്തുന്ന ഫോൺ ഫാമിംഗ് സംഘങ്ങളുടെ പ്രവർത്തന രീതിയാണിത്. വീഡിയോ കാഴ്ചക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാണിക്കുന്നതടക്കമുള്ള സൈബർ തിരിമറികൾ നടത്താനായി സജ്ജീകരിച്ചിരിക്കുന്ന അനേകം മൊബൈൽ ഫോണുകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് ഫോൺ ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. മൊബൈൽ ഫാമിംഗ് എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. ഈ ഫോണുകൾക്ക് ഒരു ടാസ്ക് അല്ലെങ്കിൽ പ്രത്യേക ചുമതല നൽകിയിരിക്കും. എന്തെങ്കിലും വീഡിയോയോ പരസ്യമോ കാണാനോ അതല്ലെങ്കിൽ സർവേകളിൽ പങ്കെടുക്കാനോ ഫോമുകൾ പൂരിപ്പിക്കാനോ ഒക്കെയായിരിക്കും ഫോൺ ഫാമിംഗ് നെറ്റ്വർക്കിലെ മൊബൈൽ ഫോണുകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ടാസ്ക്. ഒരു പരസ്യം സ്ട്രീമിംഗ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഫോണുകളെല്ലാം ചേർന്ന് അവ കണ്ട് വലിയ വ്യൂവർഷിപ്പ് ആ പരസ്യത്തിന് നൽകും. അതായത് ഒരുതരം കണക്കുകൾ പെരുപ്പിക്കൽ.
വ്യൂവർഷിപ്പ് മാത്രമല്ല, ആവശ്യപ്പെട്ടാൽ വീഡിയോകൾക്ക് കമന്റുകളും റിയാക്ഷനുകളുമെല്ലാം ഈ മൊബൈൽ ഫോണുകൾ ഏറ്റെടുത്ത് ചെയ്യും. ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കാൻ ഒരാളോ ഒരു സംഘമോ ഉണ്ടാകും. ഇത്തരത്തിൽ വ്യൂവർഷിപ്പ് പെരുപ്പിച്ച് കാണിക്കുകയാണ് ഫോൺ ഫാമിംഗ് സംഘങ്ങളുടെ പ്രധാന പണികളിലൊന്ന്. എന്താണ് ഫോൺ ഫാമിംഗ് എന്ന് ഇനി ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു വീഡിയോ യൂട്യൂബ് പോലെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങളുടെ വീഡിയോ കാണാനായി അനേകം സുഹൃത്തുക്കൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്ന പതിവ് നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ഇങ്ങനെ ആളുകൾക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. വീഡിയോ കാണാനായി അനേകം പേർക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകുന്നതൊന്നും പ്രായോഗികമല്ല. അതിനു പകരം വീഡിയോ കാണാനും കമന്റുകളും റിയാക്ഷനുകളും രേഖപ്പെടുത്താനും ഏതെങ്കിലും ഒരു കമ്പനിയെ ഏൽപ്പിച്ചാലോ, അതാണ് ഫോൺ ഫാമിംഗ് കമ്പനികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു പഴഞ്ചൻ സംവിധാനമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ന്യൂജൻ സൈബർ തട്ടിപ്പ് വീരന്മാർ ക്ലൗഡ് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വെർച്വൽ ഫോണുകളും എമുലേറ്ററുകളും ഉപയോഗിച്ചാണ് ഫോൺ ഫാമിംഗ് നെറ്റ്വർക്കുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇത്തരം ഓട്ടോമേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സോഫ്റ്റ്വെയറുകൾ പോലുമുണ്ട് എന്നതാണ് അത്ഭുതകരം. ഫോൺ ഫാമിംഗ് നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാൻ പ്രോക്സികളും VPNകളും ഉപയോഗിക്കുന്നു എന്നതിനാൽ എല്ലാ ഡിവൈസുകളിലും വ്യത്യസ്ത IP വിലാസങ്ങൾ കാണിക്കും. ഇതിലൂടെയാണ് ഓരോ ഫോണിലെ കാഴ്ചയും വ്യത്യസ്ത വ്യൂവർഷിപ്പായി രേഖപ്പെടുത്തുന്നത്. ഡാർക്ക് വെബുകൾ വഴിയും മറ്റ് രഹസ്യ സംവിധാനങ്ങൾ വഴിയും ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കാൻ ക്രിപ്റ്റോ പോലുള്ള കറൻസികൾ വഴിയാണ് ഫോൺ ഫാമിംഗ് സംഘങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ. എന്നാൽ പരസ്യമായി മാർക്കറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഫോൺ ഫാമിംഗ് സംഘങ്ങളുമുണ്ട് ലോകത്ത് എന്നതാണ് ഏറ്റവും വിചിത്രം. ക്ലിക്ക് ഫാമിംഗ്, ഫോൺ ഫാമിംഗ് എന്ന് പറഞ്ഞുള്ള പരിപാടി ഇപ്പോൾ എല്ലാ എന്താ പറയുക മേജർ ഇവൻറ്റ്സിലും ഇതിൻ്റെ ഒരു പങ്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. തായ്ലാൻഡ്, മലേഷ്യ, ചൈനയാണ് മെയിൻ മാർക്കറ്റ്. അവർക്കാണ് അതിൻ്റെ ഒരു ഹെവി ഡോസ് അടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എലക്ഷൻ വരികയെന്ന് വിചാരിച്ചു അവിടെ. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ എങ്ങനെയാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോയുടെ ക്ലിക്സ്, ഷെയർ, കമൻറ്റ്, ലൈക്ക്, ഓക്കെ, ഇമീഡിയറ്റ്ലി പോകുന്ന വ്യൂവർഷിപ്പ്, ആദ്യത്തെ ഒരു അരമണിക്കൂറിൻ്റെ വ്യൂവർഷിപ്പ് ഇത് ഡിസൈഡ് ചെയ്യും എൻ്റെ വീഡിയോൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ, പിന്നെ അതിൻ്റെ തംബ്നെയിൽ, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പോൾ ഇനീഷ്യലി എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വഴി 1000 പേരിലെത്തി, 1000 2000 നോട്ടി പോയി കഴിഞ്ഞാൽ അതിലൊരു 100 പേര് എൻ്റെ വീഡിയോൻ്റെ ഒരു 1.5 മിനിറ്റ് ആദ്യം കണ്ടു കഴിഞ്ഞാൽ, ഓക്കെ, 1.5 മിനിറ്റ് കണ്ടിട്ട് അതിൽ ലൈക്കും കമൻറ്റും ഷെയറും സേവും അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ കയറും. അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. ഈ അൽഗോറിതം ക്ലിക്ക് ഫാമിംഗ് വഴി അവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ക്ലിക്ക് ഫാമിംഗ് വഴി തന്നെ ഒരേ കണ്ടൻറ്റ് അവർക്കൊരു 1,00,000 കൂടുതലുള്ള ആളുകളിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവരുടെ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ എതിർ പാർട്ടിയെക്കുറിച്ചുള്ള പരിപാടികൾ വേറെ ആളുകളിലേക്ക് എത്തിക്കുന്ന വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിന് ഒരു റിയാലിറ്റി ഷോ, ലെറ്റ്സ് എ ബിഗ് ബോസ് പോയിട്ട് 50 ലക്ഷം 60 ലക്ഷം കിട്ടുന്നൊരു പരിപാടി പ്ലസ് അതിൽ നിന്ന് പിന്നെ അയാൾക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു 50 ലക്ഷം, ഒരു 1.5 കോടീൻ്റെ പരിപാടിക്ക് അയാൾക്ക് നാട് വിട്ട് പോയി. ഇന്ത്യയിൽ ചെറിയ സെറ്റപ്പുകളുണ്ട് ഫോൺ ഫാമിംഗ്, ക്ലിക്ക് ഫാമിങ്ങിൻ്റെ. അല്ലാതെ അയാൾക്ക് മലേഷ്യ, തായ്ലാൻഡോ പോയിട്ട് ഒരു 50 ലക്ഷം മുടക്കാം, അല്ലെങ്കിൽ ഒരു 40 ലക്ഷം മുടക്കിയിട്ട് വോട്ടുകൾ മേടിക്കാം. പല ഇന്ത്യനുള്ള ഒരുപാട് IP അഡ്രസ്സ് വെച്ച് വോട്ടുകൾ മേടിച്ചെടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒക്കെ പരിപാടികൾ, ക്ലിക്ക് ഫാമിംഗ്, ഫോൺ ഫാമിംഗ് എന്ന് പറഞ്ഞുള്ള പരിപാടികൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ക്ലിയർ കട്ട് ഓഡിറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ സ്ഥലത്തും ഇമാതിരി പരിപാടികൾ പല ജയൻസും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു 24 and റിപ്പോർട്ടർ ഇഷ്യൂ. ഞാൻ നിങ്ങൾക്ക് ഇത്രയും ക്ലിക്ക് ഫാമിനെ കുറിച്ചും ബാർക്കിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ തന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് കാര്യം ഈസി ആയിട്ട് കത്തും. ഓക്കെ, ഇനി ബാർക്ക് റേറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഗതി ഒരു മിത്ത് പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതന്നെ ഇറ്റ്സെൽഫ് എ സ്കാമാണ്. പക്ഷേ എന്തുകൊണ്ട് ബാർക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചാനൽ ഒരു ന്യൂസ് ചാനൽ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അവർക്ക് പ്രമോഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യൂവർഷിപ്പിൻ്റെ മുകളിലേ കിട്ടും, അവരുടെ ബാർക്ക് റേറ്റിങ്ങിൻ്റെ മുകളിലേ കിട്ടും. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറൊക്കെ പണ്ട് എങ്ങനെയാണ്, അവർക്ക് എത്രത്തോളം അവരുടെ കളക്ഷൻ ഉണ്ടോ, ആ ന്യൂസ് പേപ്പർ അവരെത്ര വിറ്റ് പോകുന്നോ, ആ ന്യൂസ് പേപ്പറിന് ആ വിറ്റ് വരവിലാണ് അടുത്ത ആൾക്കാർ, അത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിൽ, ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ എത്തുമ്പോഴാണല്ലോ അതിനകത്ത് അവരുടെ പരസ്യം കുത്തിക്കയറ്റാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ ബാർക്ക് കൊടുക്കുന്നൊരു സാധനം, അതായത് ബാർക്ക് എന്ന് പറഞ്ഞൊരു ഇൻഡിപെൻഡൻറ്റ് സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലോ അല്ലെങ്കിൽ നല്ല കാശുള്ള ഒരുത്തം വന്നിട്ട് കുറച്ച് കാശ് കൊടുത്താലോ അവർക്ക് ഈ സാധനം മാനിപ്പുലേറ്റ് ചെയ്യാനും അട്ടിമറിക്കാനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ 24 ന്യൂസ് അന്ന് പുറത്ത് വിട്ടിട്ടുള്ള ബാർക്ക് റേറ്റിംഗ്
അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് ന്യൂസ് നമുക്ക് നോക്കാം. അതായത് വടക്കൻ കേരളത്തിലെ ഒരു ചെറിയ 20,000 മാത്രം, ഏതാണ്ട് 20,000 അറൗണ്ട് കണക്ഷൻസ് ഉള്ള ഒരു കേബിളിൽ ഒരു ലാൻഡിംഗ് പേജ് എടുത്ത ഒരാൾ പെട്ടെന്ന് കേരളത്തിലെ 85 ലക്ഷം കേബിൾ ഹോംസ് കേരളത്തിലുണ്ട്, 85 ലക്ഷം വീടുകളിൽ കേബിൾ കണക്ഷൻ ഉണ്ട്. ഈ 85 ലക്ഷം വീട്ടുകളിലെ കേബിളുകളിലെല്ലാം ഒരു പ്രത്യേക ചാനലിന് വേണ്ടി റേറ്റിംഗ് മാറുന്നു എന്ന് പറയുന്ന അത്ഭുതം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് റേറ്റിംഗ് കുതിക്കുകയാണ്, 20 ആണെങ്കിൽ 40, 40 ആണെങ്കിൽ 80. അപ്പോൾ അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും വലിയ പ്രചാരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പ്രത്യേക ചാനൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ചാനലിൻ്റെ കുതിപ്പല്ല കിതപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഫോൺ ഫാമിംഗ്, ബോട്ടിംഗ് എന്നീ സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് തായ്ലൻഡിലോ മലേഷ്യയിലോ ഒക്കെ ഇരുന്ന ചില കമ്പനികളുമായി അമേരിക്കൻ ഡോളർ കൊടുത്തുകൊണ്ട് ഈ യൂട്യൂബിൽ ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് കാണിക്കാൻ വെളുപ്പിന് 3 മണിക്ക് പോലും 20,000 ആളുകളെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഫോൺ ഫാമിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു സംഭവമൊന്നുമല്ല. മാർക്കറ്റിലൊക്കെ പല ആളുകളും നടക്കുന്നുണ്ട്. ഫോൺ ഫാമിംഗ് വഴി നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടിത്തരാം. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് ഔദ്യോഗികമായി യൂട്യൂബിന് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. എന്നാൽ യൂട്യൂബിൻ്റെ AI സാധ്യതകൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സാങ്കേതിക സാധ്യതകൾ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. കാര്യം ലോകത്ത് എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്ത ഗൂഗിൾ കമ്പനിക്ക് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന രീതിയിൽ തട്ടിപ്പ് നടത്താൻ കേരളത്തിലെ ചില വിദ്വാൻമാർക്ക് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതിന് സഹായമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മാസം ഏതാണ്ട് $8,000 ഇതിനു വേണ്ടി നമ്മുടെ കേരളത്തിലെ ഒരാൾ ചിലവാക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചാനൽ കുതിക്കുന്നു എന്ന് പറയുന്നു. അതായത് വടക്കൻ കേരളത്തിലെ ഒരു കേബിൾ നെറ്റ്വർക്കിൽ ഉണ്ടാക്കിയ, അവിടെയൊക്കെ എത്ര മീറ്റർ വയ്ക്കുമെന്ന് ആർക്കാർക്ക് അറിയാം. വളരെ കുറച്ച് മീറ്ററുകൾ വയ്ക്കും. 20,000 കണക്ക് 85 ലക്ഷം കേബിളുകളിലും മാറ്റം വന്നു എന്ന് പഠിപ്പിക്കുക, എന്നിട്ട് ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കുക. അപ്പം കേരളത്തിലെ ചാനൽ ഉടമകൾ പോലും ഇത് യഥാർത്ഥ കുതിപ്പാണ് എന്ന് മനസ്സിലായി. ഇപ്പോഴായിരിക്കും അവരും ഞെട്ടിപ്പോകുന്നത്. ഓക്കെ, ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് റിപ്പോർട്ടറിനെയാണ്, 24 ന്യൂസ്. അതിൽ തന്നെ ബാർക്ക് റേറ്റിംഗ് എങ്ങനെയാണ് ഇപ്പോൾ 85 ലക്ഷം കണക്ഷൻസ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു 20,000 30,000 കണക്ഷൻസിൻ്റെ ലാൻഡിംഗ് പേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രം റിപ്പോർട്ടർ ചാനലിൽ എങ്ങനെ ബാർക്കിൽ മുന്നോട്ട് വരാൻ പറ്റും? അപ്പോൾ അവിടെ മാനിപ്പുലേഷൻ ഉണ്ട്. ബാർക്കിൽ ആരോ അയാളെ സഹായിച്ചു, അവർ പൈസ ഇറക്കി. ഈ സ്കീമാണ് ആദ്യം പറഞ്ഞു വെച്ചത്, പക്ഷേ വെരി ഇൻഡയറക്റ്റ് ആയിരുന്നു. കേസ് വന്നപ്പോഴാണ് അത് ഡയറക്റ്റ് സാധനമായിട്ട് മാറുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള പരിപാടി. ഈ സോഷ്യൽ മീഡിയയിലുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇത് 24 ന്യൂസ് ചാനലുകളുടെ ഇടയിൽ മാത്രമല്ല, 24x7 ന്യൂസ് ചാനലുകളുടെ ഇടയിൽ മാത്രമല്ല, പല പ്രമുഖ യൂട്യൂബേഴ്സും ഇപ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, എൻ്റെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കിയാൽ മതി. എനിക്ക് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടൻറ്റുകൾക്ക് ആകെ 30,000-20,000 വ്യൂ ഉള്ളൂ. ചില ഇടയ്ക്ക് കയറും, ചില ഇടയ്ക്ക് കുറയും. ഐ നെവർ മൈൻഡ്. ഇന്ത്യയിൽ 10,000 പോലും അടിക്കാത്ത വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ ചില പ്രമുഖരുടെ ചാനലിൽ അവർ യൂട്യൂബ് റവന്യൂ കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ ബോട്ട് അടിച്ച് വ്യൂ കയറ്റാറുണ്ട്. ക്ലിക്ക് ഫാമിംഗ് ഒന്നുമല്ല, ഒരു ബോട്ടാണ്. മനസ്സിലായോ? സെർവർ വെച്ച് ബോട്ട് അടിച്ച് ഒരു പെർട്ടിക്കുലർ വീഡിയോയ്ക്ക് അവരുടെ പഴയ വീഡിയോൻ്റെ അത്ര തന്നെ വന്നില്ല. ചിലർ മുക്കിക്കളയാറാണ്. പക്ഷേ ചില ആളുകൾ പഴയ പ്രതാപം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ബോട്ട് അടിച്ച് വ്യൂ അടിച്ച് വയ്ക്കും. ഈ ബോട്ട് അടിച്ച് വ്യൂ അടിച്ച് വെക്കുന്നതിൽ ലൈക്കും വയ്ക്കാം, ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം, കമൻറ്റ് വരെ ഇടിക്കാം, എന്ത് പരിപാടിയും കാണിക്കാം. അത് അത്യാവശ്യം. അപ്പോൾ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ തന്നെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ന്യൂസുകാരുടെ ഇടയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ചെയ്യാതിരിക്കുമോ? ഇനി ഇതിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു SKN. ആ വിട്ട തെളിവുകളും കാര്യങ്ങളുമാണ് ഇപ്പം കേസായിട്ട് SKNൻ്റെ തലയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഈ പ്രേംനാഥ് എന്ന് പറയുന്ന ബാർക്കിലെ ഒരു സാധാരണ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ, അയാൾക്ക് 8-9 അക്കൗണ്ടുകളുണ്ട്. മാത്രമല്ല അയാളുടെ വാലറ്റിലേക്ക് 100 കോടി രൂപ വന്നുപോയി. 2 മാസത്തിന് മുമ്പ് ഈ 100 കോടി രൂപയും പല ആളുകൾക്കായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞു. ആർക്കാണ് അയാൾ ഈ പണം വിതരണം ചെയ്യുന്നത്? ചില ആളുകളുടെ പേരുവിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ പിന്നീട് പുറത്തു വിടും. കാരണം ഇന്ത്യയിൽ ഈ ശരിക്കും കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിനും ഒരാൾക്ക് 100 കോടിയൊന്നും കൈക്കൂലി അയക്കാൻ പറ്റില്ല. അപ്പം ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ പല ചാനലുകളും ഈ തട്ടിപ്പ് നടത്തുന്നു എന്നൊരു സംശയം എനിക്കിപ്പോൾ കാര്യമായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പുറത്തു വിടുന്നില്ല. ഈ ഹവാല പരിപാടികളും കൊള്ളകളും എല്ലാം നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി നിയമവിധേയമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുവഴിയാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ നടത്തുന്നത്. എന്നിട്ട് ഇവർ സത്യസന്ധൻ്റെ കുപ്പായം അണിഞ്ഞാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ന് മാത്രമല്ല, ഈ പ്രേംനാഥ് ചെയ്തു കൊടുക്കുന്നൊരു സൗകര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൈക്കൂലി കൊടുക്കുന്ന, കോഴ കൊടുക്കുന്ന ആളിന് അയാളുടെ ചാനൽ എപ്പോഴും ടോപ്പ് പൊസിഷനിൽ നിർത്തും. അതുകൊണ്ട് എന്താ പ്രയോജനം നിങ്ങൾ ചോദിച്ചാൽ, ആയിരക്കണക്കിന് കോടി രൂപയുടെ പരസ്യ വരുമാനം ഉണ്ടാക്കുക എന്ന സൂത്രപ്പണിയാണ്. അതായത് ഇയാൾക്ക് 4-5 കോടി കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുമുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ
ഇദ്ദേഹത്തിനോട് മത്സരിച്ച് ടോപ്പിൽ നിൽക്കുന്ന, ഈ ചാനൽ ഉടമയോട് മത്സരിച്ച് ടോപ്പിൽ നിൽക്കുന്ന ചാനലുകളെ ചവിട്ടി താഴേക്ക് വിടും. അപ്പോൾ നമ്മളും വിശ്വസിക്കും ഇത് ശരിയാണെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഒരു സന്ദേശം ഈ ചാനൽ മുതലാളിക്ക് ഈ പ്രേംനാഥ് എന്ന് പറയുന്ന വിദ്വാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ചകളിൽ 24ൻ്റെ പൊസിഷൻ 4ാമത്തെ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ തട്ടിപ്പ് വീരന്മാരോട് അണിചേർന്ന് ഒരു വലിയ സംഘമായി ഇത് ഈ പ്രേംനാഥ് എന്ന് പറയുന്ന ഇങ്ങേയറ്റത്തെ ഒരു ചെറിയ കണ്ണി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയൊരു സംഘം തട്ടിപ്പ് വീരന്മാർ ഇതിലുണ്ട്. ഇവർ കുറേ കാലങ്ങളായി നടത്തുക. ബാർക്കിൻ്റെ ഈ പറഞ്ഞ റേറ്റിംഗ് വെറും തട്ടിപ്പാണ്, അട്ടിമറി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ 24 ന്യൂസ് പറയുന്നത്. ഇപ്പോൾ ഇതേ ബാർക്ക് തന്നെ വേണം അവർക്ക് എന്ത് റേറ്റിംഗ് മുന്നിലാണെന്ന് കാണിച്ചിട്ട് പ്രൊമോഷൻസ് ആൻഡ് ആഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാണ് വരുമാനം വരുന്നത് ഒരു ചാനലിൽ. ആ വരുമാനം കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനത്തെ അട്ടിമറികളും തട്ടിപ്പുകളും നടത്താൻ ബാക്കിയുള്ളവർ കാശ് ചിലവാക്കുന്നതെന്നും കൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ സൈഡിൽ കാണിച്ച് ഈ വാട്സാപ്പ് ചാറ്റ് ഉണ്ടല്ലോ, ഈ വാട്സാപ്പ് ചാറ്റും ഈ സ്ക്രീനും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് ഒരു 7-8 ദിവസം മുമ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെടാ ആ ചാനലിൻ്റെ മുതലാളീൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം ലീക്കാവാൻ പാടാണ്, അയാളെടുത്ത് പുറത്ത് കൊടുക്കൂല. തട്ടിപ്പ് നടത്തുന്ന ബാർക്കിനകത്ത് തന്നെയുള്ള മറ്റേ ജീവനക്കാരനായിട്ടുള്ള വ്യക്തി, ആ ജീവനക്കാരൻ്റെ ഫോണൊന്നും ഇത് ഹാക്ക് ചെയ്തവർ, നമുക്കൊരു കോമൺ സെൻസിൽ അങ്ങനെയല്ലേ തോന്നുക. ഒന്നില്ലെങ്കിൽ ഹാക്ക് ചെയ്യാനല്ല, ഈ ജീവനക്കാരനും ഇത് പുറത്ത് കൊടുക്കൂല, ചാനൽ ഉടമയും കൊടുക്കില്ല. കാരണം ജീവനക്കാരൻ പുറത്ത് കൊടുത്താൽ ബാർക്കിൻ്റെ കംപ്ലീറ്റ് വിശ്വാസ്യതയും പോയി, അയാളുടെ പണിയും പോയി. പിന്നെ അപ്പുറത്തെ ചാനലുകാരൻ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ കൊടുക്കും കൊണ്ടുപോയിട്ട്, അയാളും കൊടുക്കാൻ പോണില്ല. പിന്നെ എങ്ങനെ ഇത് SKN കിട്ടി, എങ്ങനെ 24 ന്യൂസിന് കിട്ടി എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ആ ഡൗട്ടിൻ്റെ അതേപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെക്കെതിരെ SKNനെതിരെ കേസ് വന്നിരിക്കുകയാണ്. വാട്സാപ്പ് ഹാക്ക് ചെയ്തു എന്നുള്ള കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ ഫൈറ്റ് മുന്നോട്ട് പോകണേട്ടാ. 2 കേസ് എങ്ങനെയാണ് വന്നതെന്നുള്ള എൻ്റെ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. ബാർക്ക് തട്ടിപ്പിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കളമശ്ശേരി പോലീസാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. 2 പ്രതികളാണ് ഇതിലുള്ളത്. ഒന്ന് റിപ്പോർട്ടർ TVയുടെ ഉടമ, അതുപോലെ തന്നെ ഈ ബാർക്കിലെ ജീവനക്കാരനായിട്ടുള്ള പ്രേംനാഥ്. ഈ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതി പ്രേംനാഥാണ്, അതിലെ ബാർക്കിലെ ജീവനക്കാരനാണ് ഈ അട്ടിമറി നടത്തിയതിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ 1ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സത്യയിലൂടെ തന്നെ ഈ ബാർക്ക് റേറ്റിംഗിൽ സംഭവിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള തിരിമറികൾ 24 പുറത്തുവിട്ടിരുന്നു. അതേ തുടർന്ന് ഇതിലെങ്ങനെയാണ് ഇതിലൊരു തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതും ഇതിൽ ബാർക്ക് ജീവനക്കാരനായിട്ടുള്ള പ്രേംനാഥ് ഏത് രീതിയിലാണ് അതിലൊരു റോൾ വഹിക്കുന്നത് എന്നുള്ളതും നമ്മൾ തെളിവ് സഹിതം പുറത്തേക്ക് വിട്ടതാണ്. 24 ന്യൂസ് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തു, വ്യാജ ചാറ്റുകൾ നിർമ്മിച്ചു, കൃത്രിമമായി വിവരങ്ങൾ ചേർത്തു, 100 കോടിയെന്ന് എഴുതി ചേർത്തു, കൈക്കൂലിയെന്ന് വ്യാജ പ്രചാരണം നടത്തി. റിപ്പോർട്ടർ ന്യൂസ് ചാനലിന്റെ വിശ്വാസ്യത തകർക്കാനും നഷ്ടമുണ്ടാക്കാനുമാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് FIR പറയുന്നത്. 25 മുതൽ 100 കോടി വരെ നഷ്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത്. 1ാം പ്രതി R ശ്രീകണ്ഠൻ നായർ, 2ാം പ്രതി R ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ്, ഫ്ലവേഴ്സ് സിഇഒയും 24 ന്യൂസ് വൈസ് പ്രസിഡന്റുമായ C ഉണ്ണികൃഷ്ണൻ 3ാം പ്രതി, എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനാണ് 4ാം പ്രതി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ B ദിലീപ് കുമാർ 5ാം പ്രതി, 24 ന്യൂസ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് 6ാം പ്രതിയായാണ് ഈ FIRൽ വന്നിരിക്കുന്നത്. ബാർക്ക് അട്ടിമറി എന്ന് പറഞ്ഞിട്ട് 24 ന്യൂസ് കൊടുത്ത കംപ്ലൈൻറ്റിന് മുകളിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ ആൻഡ് മാനേജിങ് ടീമിനെതിരെ കേസ്. തിരിച്ച് ഇതെല്ലാം ഫേക്കാണ്, ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണ്, ഓക്കെ, ഈവൻ ചാറ്റ് അടക്കം മാനിപ്പുലേറ്റ് ചെയ്തതാണ് പറഞ്ഞാൽ തിരിച്ച് 24-നെതിരെ ഒരു കേസ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ സ്കോർ നിൽക്കുന്നത് 1-1. പ്രേംനാഥ് നൽകിയിരിക്കുന്ന വിവരം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. കാരണം തൊട്ട് പിറ്റേയാഴ്ച, അതായത് തൊട്ടടുത്ത ദിവസം വന്നിരുന്ന ബാർക്ക് റേറ്റിംഗിൽ 113-നും 116-നും ഇടയിലുള്ള റേറ്റിംഗ് തന്നെയാണ് ആ ചാനലിന് നൽകിയിരിക്കുന്നത്. ഈ പ്രേംനാഥ് എന്ന് പറയുന്നയാൾ ഈ ചാനൽ ഉടമയ്ക്ക് നൽകിയ ഉറപ്പ് പാലിക്കുമോ എന്നതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. മാത്രമല്ല ഈ പണം കൈമാറ്റം നടത്തിയിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി വഴിയാണ്. ആ ക്രിപ്റ്റോ കറൻസി മാത്രമല്ല അതിനായി ട്രസ്റ്റ് വാലറ്റ് എന്ന ആ വാലറ്റിലേക്കാണ് ഈ ചാനൽ ഉടമ പണം കൈമാറിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഈ ഗൂഗിൾ പേ പോലെയൊക്കെയുള്ള വാലറ്റ് സംവിധാനം, ഫോൺ പേ പോലെയൊക്കെയുള്ള വാലറ്റ് സംവിധാനമാണ് ഈ ട്രസ്റ്റ് വാലറ്റ്. ആ ട്രസ്റ്റ് വാലറ്റിലേക്കാണ് ചാനൽ ഉടമ പ്രേംനാഥിനുള്ള ഈ കോടിക്കണക്കിന് രൂപ ക്രിപ്റ്റോ കറൻസി വഴി കൈമാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ബാർക്കിൻ്റെ ജീവനക്കാരന് പൈസ കൈമാറിയതിന് ശേഷം 24 ന്യൂസിനെ അടിച്ചിടാൻ ബാക്കി ചാനൽ ശ്രമിച്ചു, ആ ചാനലുകാർ ശ്രമിച്ചു, ദേ ആർ ടാർഗറ്റിംഗ് റിപ്പോർട്ടർ, അപ്പോൾ റിപ്പോർട്ടർ ശ്രമിച്ചു എന്നുള്ള രീതിക്ക് തന്നെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് ബാർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്നാ വിളിച്ചു. 50,000 കോടി പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്കിലെ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ചാനൽ ഉടമ ചോദിക്കുന്നു ആക്ച്വൽ സ്കോർ എത്ര? 17 മെയ് 2025 രാവിലെ 6:18 ഈ ചോദ്യം ഈ ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിനോട് വാട്സാപ്പിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ പ്രേംനാഥ് പറയുന്നു, ബാർക്ക് ജീവനക്കാരൻ പറയുന്നു വിൽ അപ്ഡേറ്റ് എന്നാണ്. ചാനൽ ഉടമയുടെ ചോദ്യത്തിന് എത്രയാണ് സ്കോർ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു വിൽ അപ്ഡേറ്റ്. 17 മെയ് 2025 6:33 നൽകുന്ന മറുപടി. ചാനൽ ഉടമ അതിന് ഓക്കെ എന്ന് പറയുന്നു, അതായത് അത് അറിയിക്കാം, ഈ വിവരം അറിയിക്കാം എന്ന് പറയുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നു, അത് ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ ഈ ചാനൽ ഉടമ പിന്നീട് വോയിസ് കോൾ ചെയ്യുകയാണ് പ്രേംനാഥ് എന്ന ആ മുംബൈയിലെ ബാർക്ക് ജീവനക്കാരൻ. പ്രേംനാഥും ചാനൽ ഉടമയും തമ്മിൽ ഇതിനിടയിൽ ധാരാളം വോയിസ് കോളുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ സമയം സഹിതമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആക്ച്വൽ സ്കോർ എന്ന് ചോദിക്കുന്നു, വിൽ അപ്ഡേറ്റ് എന്ന് പറയുന്നു. അതിനുശേഷം ഇതെല്ലാം ചെയ്തു കൊടുത്ത ശേഷം പ്രേംനാഥ് പറയുന്നു പ്ലീസ് ഡു ദ കമ്മിറ്റ്മെന്റ്. അതായത് ഇവർക്കിടയിൽ ഒരു ധാരണയുണ്ട്, അത് പണം കൈമാറാം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ വാക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് 28 സെപ്റ്റംബർ 2025 9:11 രാത്രി 9:11 ചാനൽ ഉടമയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. പെയ്ഡ് എന്ന മറുപടിയാണ്, അതായത് പണം കൈമാറിക്കഴിഞ്ഞു എന്ന മറുപടിയാണ് ചാനൽ ഉടമയുടെ ഭാഗത്ത് നിന്ന് അപ്പോഴുണ്ടാകുന്നത്. അതായത് ഈ ചാനൽ റേറ്റിംഗിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. ചാനൽ ഉടമയും മുംബൈയിലെ ബാർക്കിലെ ജീവനക്കാരൻ പ്രേംനാഥും തമ്മിലുള്ള ആ വാട്സാപ്പ് ചാറ്റിന്റെയും വാട്സാപ്പ് കോളുകളുടെയും വിവരങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇനി ഇയാൾ ആവശ്യപ്പെട്ടതുപോലെ, അതായത് ഈ ചാനൽ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ ബാർക്കിന്റെ ജീവനക്കാരനായ പ്രേംനാഥ് നൽകിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തെളിയുകയാണ്. കാരണം ആക്ച്വൽ സ്കോർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഓക്കെ എന്ന് ചാനൽ ഉടമ പറയുന്നു. അപ്പോൾ ബാർക്ക് ജീവനക്കാരൻ ഒരു കണക്ക് കൊടുക്കുന്നുണ്ട്. 113 to 116, 113 to 116 എന്ന മറുപടിയാണ് നൽകുന്നത്. അതായത് റേറ്റിംഗിൽ എത്ര പോയിന്റ് എന്നത് സംബന്ധിച്ച വിവരമാണ് നൽകുന്നത്. സാധാരണഗതിയിൽ ബാർക്കിന്റെ റേറ്റിംഗ് പുറത്തുവിടുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കാണ്. നോക്കൂ, ഇതിൽ കൃത്യമായ വിവരങ്ങൾ രാവിലെ തന്നെ ഈ ഉടമയ്ക്ക് കൈമാറുകയാണ്. തലേ ദിവസം 17 മെയ് 2025 വൈകിട്ട് 3 മണിക്ക് ഇതിന്റെ വിവരങ്ങൾ കൈമാറുന്നു. അതായത് എത്ര റേറ്റിംഗ് ആണ്, എത്ര പോയിന്റ് ആണ് ഈ റേറ്റിംഗിൽ അവർ നീക്കി വെച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരം. വെറും തട്ടിപ്പാണ് ഈ ബാർക്ക് റേറ്റിംഗിന്റെ പേരിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബാർക്കിൽ നടന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സാധനം ഇട്ടിട്ടുള്ളത്. ഞാൻ പറയാലോ, ഇത് ബാർക്കിൽ നടന്ന തട്ടിപ്പാണെങ്കിൽ ഓക്കെ, ബാർക്ക് റേറ്റിംഗ് കാശ് കൊടുത്ത് റിപ്പോർട്ടർ ചാനൽ ഇവിടെ മേടിച്ചു എന്നുള്ള 24-ന്റെ ക്ലെയിം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിന് എന്ത് സുതാര്യത ഈ ബാർക്കിനുള്ള? ഇപ്പം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടന്മാർ, നമ്മുടെ മുന്നിലേക്ക് ഈ ന്യൂസ് ചാനൽസ് വരുന്നു. ഓക്കെ, പണ്ട് TV കണ്ടിരുന്നു, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നു. ഇവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ്ഡ് ആവുകയാണ്. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നമുക്ക് വിശ്വാസ്യത എന്ന് പറഞ്ഞ സാധനം ഒട്ടും നിങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ തന്നെ തമ്മിലടിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? നിലനിൽപ്പാണ്. കാരണം എക്സിസ്റ്റൻസ് ആണ്, ബിസിനസ്സാണ്, പ്രൊമോഷൻസ് വേണം, ആഡ്സ് വേണം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടുത്തെ ഞാൻ പറയുന്നത് എന്താ പറയുക, നമ്മൾ സാധാരണ പ്രേക്ഷകർ ഓക്കെ, വ്യൂവേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും സൊസൈറ്റിയുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ നാട് നന്നാവാനോ നാട്ടുകാരെ നന്നാക്കാനോ ഉള്ള പരിപാടികളല്ല. ഇപ്പം ഞാനടക്കം ചെയ്യുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ന്യൂസ് കാണണം. ഓക്കെ, ന്യൂസ് ചാനലുകളിൽ വരുന്ന ഓരോ ന്യൂസും നിങ്ങൾ കാണണം. ഒരു ന്യൂസ് ചാനലിനോ ഒരു ആങ്കറിനോ, ഇപ്പം ഞാനാണെങ്കിൽ അടക്കം ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിനോ എനിക്കോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അജണ്ട ഞാനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളൊരു 10 പേരുടെ കമൻസോ ചാനലോ എടുത്ത് നോക്കി അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തപ്പിയതിന് ശേഷം നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എത്തുക എന്നുള്ളതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡോണ്ട് എവർ ഗെറ്റ് മാനിപ്പുലേറ്റഡ് ബൈ എനി ഓഫ് ദിസ് സോഴ്സസ്. സോഷ്യൽ മീഡിയ വഴി വരുന്ന ന്യൂസുകളോ എന്നെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകൾ പറയുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ 24/7 സാറ്റലൈറ്റ് ചാനലുകൾ പറയുന്നതോ ഒന്നും വെച്ച് നിങ്ങൾ മാനിപ്പുലേറ്റ് ആവാൻ പാടില്ല. ബിക്കോസ് മാനിപ്പുലേറ്റ് ചെയ്ത് അതുവഴി ബിസിനസ് ആക്കാൻ തന്നെയാണ്
എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവർക്കും എൻഡ് ഓഫ് ദ ഡേ അരി മുഖ്യം ബിഗിലേ, മനസ്സിലായോ? അതാണ് സ്കീം. ഇപ്പം ഞാനടക്കം ചാനലുകളിലൊക്കെ എല്ലാവർക്കും അരി മുഖ്യം ബിഗിലയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ലക്ഷം കോടിക്കണക്കിന് എന്താ പറയുക രൂപയുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ബിസിനസ് ആകുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എന്താ പറയുക ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ ഇപ്പം പറയുന്നത് മെയിൻ സാധനം നിങ്ങൾ കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്താ പറയുക ക്രെഡിബിലിറ്റിയാണ്. എന്ത് കാര്യത്തിന് മുകളിലും അയാളൊരു ക്രെഡിബിലിറ്റി ഉള്ള മനുഷ്യനാണോ, ഒരു വിശ്വാസ്യത എന്ത് കാര്യത്തിന് മുകളിലും ഒരു ക്രെഡിബിലിറ്റി പോയി പിന്നെ അയാൾക്ക് പേഴ്സണൽ ലൈഫും ഇല്ല, അയാളുടെ വർക്ക് ലൈഫും ഇല്ല, അയാൾക്ക് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടാൽ പോയി. അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്താ? അപ്പുറത്തുള്ള ആളുടെ, അപ്പുറത്തുള്ള സ്ഥാപനത്തിൻ്റെ, അപ്പുറത്തുള്ള ആളുടെ ബിസിനസ്സിൻ്റെ, അപ്പുറത്തുള്ള വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. ഒരാൾ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത ഈ കാലഘട്ടത്തിൽ ക്രെഡിബിലിറ്റി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ എന്ത് നാറുകളിയും കളിക്കുക എന്നുള്ളതാണ്. സെയിമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടാണ് ഈ ചാനലുകൾ ഇപ്പോൾ കളിക്കുന്നത്. ദയവേതിട്ട് ഇവരോട് പറയാനുള്ളത്, ഇതൊക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും, ഇതൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. തട്ടിപ്പ് വെട്ടിപ്പ് ഒന്നാമത് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ജനങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നഷ്ടമാകുന്നത് നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റിയാണ്. ഓക്കെ, അപ്പം അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ സത്യസന്ധൻ അല്ലെങ്കിൽ സത്യസന്ധത വേണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും അങ്ങനെ 100% സത്യസന്ധരൊന്നുമില്ലല്ലോ. ഭയങ്കര സോഷ്യൽ എന്താ പറയുക സൊസൈറ്റിയോടുള്ള മറ്റേ ഇത് പുഴുങ്ങി വെച്ചിട്ടൊന്നുമില്ലല്ലോ നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഒരു പരിധി വരെ കുറേ കാശുണ്ടാക്കണം, പ്ലസ് സൊസൈറ്റിയുടെ സാധനങ്ങളും വേണം എന്നുള്ള നിലയ്ക്കൊക്കെ ന്യൂട്രലായിട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. കാണുന്ന പ്രേക്ഷകരോട് ഞാൻ വീണ്ടും പറയുന്നു, എന്ത് കണ്ടാലും അതിൽ നിങ്ങൾക്ക് കൃത്യമായൊരു പേഴ്സ്പെക്റ്റീവ് നിങ്ങളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും രീതിയിൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഓക്കെ, പണ്ട് ഒരു ചാനൽ വഴി മാത്രം കിട്ടിയിരുന്ന ഇൻഫർമേഷൻസ് പോലെയല്ല, അല്ലെങ്കിൽ ഒരു 10 ചാനൽ മാറ്റി കിട്ടുന്ന ഇൻഫർമേഷൻ പോലെയല്ല. 10,000 സോഴ്സുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു 2-3 ടൂളുകളിൽ കൊണ്ടുപോയിട്ട്, ഇപ്പോൾ ജെമിനി കൊണ്ടുപോയിട്ടിടാം, ഗ്രോക്കിൽ കൊണ്ടുപോയിട്ടിടാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ChatGPT എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് നിങ്ങൾ അവരോട് AI-നോട് മൊത്തം ഇതിൻ്റെ ഒരു സാധനം സമ്മറൈസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ AI സമ്മറൈസ് ചെയ്ത് തരും. മനസ്സിലായോ? അതിങ്ങനെ കേട്ട് പോയാൽ മതി, വായിച്ച് പോയാൽ മതി. അപ്പോൾ ഒരു സാധനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സംഗതി കിട്ടും. പക്ഷേ ഈ AI തരുന്ന പേഴ്സ്പെക്റ്റീവ് എപ്പോഴും 10% ലൈക്ക് കറക്റ്റാണെന്ന് ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചുറ്റുപാടുമുള്ള ന്യൂസും കാര്യങ്ങളും കണ്ട് അറിഞ്ഞ് ഒരു കുറേ സോഴ്സുകൾ കണ്ട് അതിന്ന് ഞാനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാം, കുറേ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ പേഴ്സ്പെക്റ്റീവ് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് കൊടുത്ത് പ്രസൻറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം അങ്ങനെ ആവാൻ ശ്രമിക്കുക. ഇനിയുള്ള കാലഘട്ടത്തിൽ അതേ നടക്കൂ.